മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യഗ ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗസമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ചാരുരൂപ ചാരുവായ മനോഹരമായ രൂപമുള്ളവൾ. ഇവിടെ വീണ്ടും സ്ഥൂലരൂപ വർണ്ണന. ചാരുഹാസ ചാരുവായ ഹാസത്തോടു കൂടിയവൾ, അതായത് മനോഹരമായ പുഞ്ചിരിയോട് കൂടിയവൾ. ചാരുചന്ദ്രകലാധര ചാരുവായ മനോഹരമായ വൃത്തിക്ഷയത്തോടു കൂടാത്ത എന്ന സൗഭാഗ്യഭാസ്കരം പൂർണ്ണചന്ദ്രനോട് കൂടിയവൾ, പൂർണ്ണമായി തെളിഞ്ഞിരിക്കുന്ന ചന്ദ്രക്കലയെ ധരിക്കുന്നവൾ. ദേവിയുടെ ധ്യാന ശ്ലോകങ്ങൾ മിക്കതിലും ചന്ദ്രകലാഭരണമായി ചേർത്ത് കാണാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം തുടങ്ങിയവ നോക്കുക. ദേവി ഭാഗവതത്തിൽ ചന്ദ്രകല എന്നു പേരുള്ള കാശി രാജകുമാരിക്ക് സ്വപ്നത്തിൽ ദേവി ദർശനം കൊടുത്തതായും കാമരാജതന്ത്രോപാസകനായ സുദർശനൻ എന്ന രാജകുമാരനെ വരിക്കണമെന്ന് നിർദ്ദേശിച്ചതായും കഥയുണ്ട്. അങ്ങനെ ചന്ദ്രകലയ്ക്കു ധരയായി ആധാരബോധയായി തീർന്നവൾ എന്നും സൗഭാഗ്യഭാസ്കരം ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നു. ചരാചര ജഗന്നാഥ ജംഗമാവസ്ഥാവരാത്മകമായ ജഗത്തിന് നാഥയായവൾ ജഗദംബ. ചക്രരാജനികേതന ശ്രീചക്രം നികേതനമായുള്ളവൾ, ശ്രീചക്രത്തിന്റെ അധിഷ്ഠാതൃ ദേവതയായ ദിവ്യമാതാവ്. ആ ദേവീ ദേവന്മാരുടെയും ഉത്ഭവസ്ഥാനവും രക്ഷാസ്ഥാനവുമാകുന്നതുപോലെ ശ്രീചക്രത്തിൽ മറ്റെല്ലാ ചക്രങ്ങളും അധിവസിക്കുകയും സംരക്ഷണം നേടുകയും ചെയ്യുന്നതിനാൽ ശ്രീചക്രം ചക്രരാജാവ് തന്നെയാകുന്നു എന്ന് ശ്രീചക്രം എന്ന ഗ്രന്ഥത്തിൽ ശ്രീ ശങ്കരനാരായണൻ വിവരിക്കുന്നു. ശ്രീചക്ര രാജനിലയ എന്ന ഈ സഹസ്രനാമത്തിൽ തന്നെ വീണ്ടും ദേവിയെ വർണ്ണിക്കുന്നുണ്ട്. പാർവതി ഹിമവാൻ എന്ന പർവ്വതത്തിന്റെ പുത്രിയായതിനാൽ പാർവതി എന്നു ദേവിക്ക് പേര്. പത്മനയന താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ ഉള്ളവൾ. പത്മരാഗ സമപ്രഭ പത്മരാഗത്തിന്റെ പ്രഭയോട് തുല്യമായ പ്രഭയുള്ളവൾ. പത്മരാഗം നവരത്നങ്ങളിൽ ഒന്നാണ്. ചെന്താമരയുടെ നിറമുള്ളതിനാൽ പത്മരാഗം എന്ന് പേര്. പത്മത്തിന്റെ രാഗത്തോട് താമരയുടെ ചുവപ്പ് നിറത്തോട് സമമായ പ്രഭയുള്ളവൾ എന്ന് വ്യാഖ്യാനം കാണുന്നു. വിഗ്രഹിക്കുന്നതിലുള്ള വ്യത്യാസം കൊണ്ട് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാമെങ്കിലും ദേവിയുടെ ശരീരകാന്തിയുടെ പാടലത തന്നെയാണ് സൂചിതമാകുന്നത്. ദേവിയുടെ ശരീരവർണ്ണനകളിൽ അധികവും ഈ വർണ്ണവിശേഷം സൂചിതമാകുന്നത് നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇനിയും ഈ ആശയം പല നാമങ്ങളിലും കാണാം. പഞ്ചപ്രേതാസനാസീന പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ആസീനയായവൾ അല്ലെങ്കിൽ ഇരിക്കുന്നവൾ. ഈ നാമത്തിന്റെ ആശയം പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന 58-ാം നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ നാമത്തിലെ ബ്രഹ്മശബ്ദത്തിനു പകരം ഇവിടെ പ്രേതശബ്ദം പ്രയോഗിച്ചത് മാത്രമാണ് വ്യത്യാസം. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നീ മൂർത്തികളെ തന്നെയാണ് പ്രേതശബ്ദം കുറിക്കുന്നത്. ഇവരെ അവരവരുടെ ശക്തികളോട് ചേർന്നിരിക്കുമ്പോൾ പഞ്ചബ്രഹ്മാക്കൾ എന്നും ശക്തിരഹിതമായിരിക്കുമ്പോൾ പഞ്ചപ്രേതങ്ങൾ എന്നും വിളിക്കുന്നു. ശക്തികളോട് കൂടാത്ത സ്ഥിതിയിൽ ഇവർക്ക് ചൈതന്യമില്ലെന്നും പ്രേതസമന്മാരാണെന്നും വിവക്ഷ. ഈ ആശയം സൗന്ദര്യലഹരിയിലെ 1-ാം ശ്ലോകത്തിൽ ശങ്കരാചാര്യർ ശിവനെ മാത്രം ഉദ്ദേശിച്ചാണെങ്കിലും വ്യക്തമാക്കുന്നുണ്ട്. ശിവശക്തിയുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതവുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വ കഥമകൃത പുണ്യഃ പ്രഭവതി. അല്ലയോ ദേവി, ശക്തിയോട് ചേർന്ന് എങ്കിൽ മാത്രമേ ശിവൻ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശക്തനായി തീരുന്നുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ആ ദേവൻ സ്പന്ദിക്കാൻ പോലും കഴിവില്ലാത്തവനാകുന്നു. അതിനാൽ വിഷ്ണു, രുദ്രൻ, ബ്രഹ്മാവ് മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ പോലും ഉപാസിക്കപ്പെടുവാൻ യോഗ്യയായ നിന്തിരുവടിയെ നമസ്കരിക്കുവാനോ സ്തുതിക്കുവാനോ പൂർവജന്മങ്ങളിൽ പുണ്യം ചെയ്തിട്ടില്ലാത്തവന് എങ്ങനെ കഴിവുണ്ടാകും? ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവഃ പഞ്ചപ്രേതാവരാരോഹേ നിശ്ചലായേവ തേ സദാ ബ്രഹ്മണ പരമേശാനി കർത്തൃത്വം
സൃഷ്ടിരൂപകം വാമാ ശക്തിസ്തു സാ ജ്ഞേയ ബ്രഹ്മാ പ്രേതോ ന സംശയ എന്ന് ജ്ഞാനാർണവത്തിലും ഈ ആശയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവി അംശമായ ചൈതന്യം വാമ തുടങ്ങിയ ശക്തികളുടെ രൂപത്തിൽ ബ്രഹ്മാവ് തുടങ്ങിയ മൂർത്തികളോട് ചേരുമ്പോൾ അവർ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അല്ലാത്തപ്പോൾ ചിച്ഛക്തിയുടെ ആസനത്തിന് താങ്ങായി പ്രവർത്തനരഹിതരായി സ്ഥിതി ചെയ്യുന്നു. പഞ്ചബ്രഹ്മസ്വരൂപിണി, പഞ്ചബ്രഹ്മം സ്വരൂപമായുള്ളവൾ. 249 നാമത്തിൽ വിവരിച്ചതുപോലെ സ്വശക്തികളുമായി ചേർന്ന ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരെ ചേർത്ത് പഞ്ചബ്രഹ്മം എന്ന് പറയുന്നു. ഇവർ ദേവിയിൽ നിന്നും ഭിന്നരല്ല, ദേവിയുടെ തന്നെ രൂപങ്ങളാണ്. ശക്തിയായുക്തരായിരിക്കുമ്പോൾ പഞ്ചപ്രേതങ്ങളായ ഇവർ ദേവ്യാംശം തന്നെയായ ശക്തിയോട് ചേർന്ന് പ്രപഞ്ച പ്രവർത്തനത്തിന് കാരണമാകുന്നു. ത്വാമേവ ഹി വിജിന്വന്തി യോഗിന സനകാദയഃ സദസത് കർമ്മരൂപാഞ്ച വ്യക്താഭയാത്മികാം ത്വാമേവ ഹി പ്രശംസന്തി പഞ്ചബ്രഹ്മസ്വരൂപിണീമെന്ന് ലളിതോപാഖ്യാനം. നിർവിശേഷമപി ബ്രഹ്മസ്വസ്മിൻ മായാവിലാസത ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവഃ ഇത്യാഖ്യാവശതഃ പഞ്ചബ്രഹ്മരൂപേണ സംസ്ഥിതമെന്ന് ത്രിപുര സിദ്ധാന്തം. പഞ്ചബ്രഹ്മം എന്നതിന് ഈശാനൻ, തൽപുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാതൻ എന്നീ മൂർത്തികൾ എന്നും ക്ഷേത്രജ്ഞൻ, പ്രകൃതി, ബുദ്ധി, അഹങ്കാരം, മനസ്സ് എന്നിവയെന്നും ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഉപസ്ഥം എന്നിവയെന്നും ശബ്ദാദികളായ പഞ്ചതന്മാത്രകളെന്നും ആകാശാദികളായ പഞ്ചഭൂതങ്ങളെന്നും വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, നാരായണൻ എന്നീ മൂർത്തികളെന്നും സന്ദർഭാനുഗുണമായി വ്യാഖ്യാനഭേദം പല ഗ്രന്ഥങ്ങളിലും കാണുന്നു. ഇവയെല്ലാം ദേവീ സ്വരൂപങ്ങളാണെന്നുള്ളതിനാൽ ദേവി പഞ്ചബ്രഹ്മ സ്വരൂപിണിയാകുന്നു.